അതിൽ നമ്മൾ സയൻസ് തപ്പിപ്പോയാൽ തെറ്റിപ്പോവും. അതൊരു സയൻറ്റിഫിക് ഗ്രന്ഥമല്ല. അത് ഒരു പോയം, ഒരാൾ ഒരു പോയട്രി ചെയ്താണ്. ആ പോയട്രി നമ്മളിങ്ങനെ വായിച്ചിട്ട് അതിനകത്തെ സയൻറ്റിഫിക് ആയിട്ട് യോജിക്കാത്ത മിസ്റ്റേക്കൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അയാളെ ക്രിട്ടിസൈസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതേമാതിരിയാണ് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സയൻസ് തിരയുന്ന ആൾക്കാരുടെ അവസ്ഥ. എന്നാൽ അതിൻ്റെ ഭംഗി മനസ്സിലാക്കി അതിനെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യം ബോധ്യമാവും. ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയ ആ ജനത അവർ പറയുന്നത് അവരുടെ ദൈവം മറ്റ് ജാതികളെക്കാളും മറ്റ് ജനതകളുടെയും ഒക്കെ അമ്പലങ്ങളും അവരുടെ ദൈവങ്ങളെക്കാളും ശ്രേഷ്ഠനാണ്, ഉള്ളവനാണ്, ഉന്നതനാണ്, തേജസ്സേറിയവനാണ്. അവൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചതാ, ഇതൊന്നും ദൈവമല്ല. അതുകൊണ്ടാണ് മറ്റ് ജാതികളൊക്കെ, ചിലരൊക്കെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയൊക്കെ 4-ാമത്തെ ദിവസത്തേക്ക് ഡിമോട്ട് ചെയ്യാണ്, തരം താഴ്ത്തുകയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ആ കവിത രചിച്ച ആ കൂട്ടം ജനങ്ങൾ. അവർ പറയുകയാണ് ഈ സൂര്യനും ചന്ദ്രനൊന്നുമല്ല, ഇതിനേക്കാളും വലിയ ഒരു സോഴ്സ് ഓഫ് എനർജി, ഇതിനേക്കാളും വലിയ ഒരു സോഴ്സ് ഓഫ് സസ്റ്റെയിനിങ് എവറിത്തിങ്, ആ സോഴ്സാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. അവൻ ഇതിനേക്കാളും ഒക്കെ അപ്പുറത്തെ വെളിച്ചമാണ്. സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നതിന് മുമ്പ് വെളിച്ചം ഉണ്ടായെന്നാണ് പറയുന്നത്. അത് സയൻറ്റിഫിക് ആയിട്ട് ചില ആളുകൾ നോക്കിയാൽ അവർ പറയും തീർച്ചയായിട്ടും ശരിയാണ്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ സമയത്ത് സൂര്യനും ചന്ദ്രനൊന്നുമില്ല. അന്ന് ആ സമയത്ത് ആ സിംഗുലാരിറ്റി പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്തിട്ട് എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഉണ്ടായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്, വെളിച്ചമാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. വെളിച്ചവും ഇരുട്ടും തമ്മിൽ ദൈവം വേർതിരിച്ചു. ഈ വെളിച്ചത്തെക്കാളും വലിയ വെളിച്ചമാണ് ദൈവം. അപ്പം സൂര്യനും ചന്ദ്രനൊക്കെ തരുന്ന ഒരു വെളിച്ചമുണ്ട്, നക്ഷത്രങ്ങൾ തരുന്ന ഒരു വെളിച്ചമുണ്ട്. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ തരുന്ന വെളിച്ചത്തെക്കാൾ അപ്പുറത്താണ് ആദിമ സമയത്ത് പ്രപഞ്ചം ഉണ്ടായ സമയത്ത് സമയമില്ല. ആ സമയത്ത് സമയമില്ലാത്ത സമയം. അപ്പോൾ എപ്പോഴാണ് ദൈവം പ്രപഞ്ചം ഉണ്ടാക്കിയെന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം എവിടെയായിരുന്നു? ആദിയിൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് സമയം ആരംഭിക്കുന്നത്. അത് അഗസ്റ്റീൻ ഒരു ആൻസറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദിക്ക് മുമ്പേ സമയം ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇന്നത്തെ സയൻറ്റിസ്റ്റ്, മോഡേൺ സയൻറ്റിസ്റ്റ് അത് തന്നെയാണ് പറയുന്നത്, ആദിക്ക് മുമ്പേ സമയമില്ല. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം തന്നെ തെറ്റാണ്. ഈ കാര്യം വർഷങ്ങളായിട്ട് ദൈവസഭ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആദിക്ക് മുമ്പേ സമയമില്ല. അതുകൊണ്ട് ആദിക്ക് മുമ്പ് ദൈവം എവിടെയായിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സ്വർഗങ്ങളും ഭൂമിയും എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സകലവും, പിന്നെ ഈ മുഴുവൻ പ്രപഞ്ചത്തിലുള്ള സ്പേസ് ടൈം ദൈവം സൃഷ്ടിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്പേസ് ടൈം ദൈവം സൃഷ്ടിച്ചപ്പോൾ അതിനകത്ത് വെളിച്ചമില്ല. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. നമുക്കറിയാം സിംഗുലാരിറ്റി എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ വെളിച്ചം ഉണ്ടാകുകയാണ്. പിന്നെ ആ വെളിച്ചത്താലാണ് ആ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. വെളിച്ചവും ഇരുട്ടും തമ്മിൽ വേർതിരിയാണ്. അത് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ബിഗ് ബാങ്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം ദൈവമാണ് ഇതിനേക്കാളും കൂടിയ വെളിച്ചം എന്നാണ് വേദപുസ്തകം അവകാശപ്പെടുന്നത്. ദൈവം സൃഷ്ടിച്ച ഒരു വെളിച്ചമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപരിക്കുന്ന, ഈ സ്പേസ് ടൈമിൽ മുഴുവൻ വ്യാപരിക്കുന്ന വെളിച്ചം. എന്നാൽ അതിനേക്കാളും വലിയ വെളിച്ചമാണ് ദൈവം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവർക്കൊക്കെ കുറച്ചൊക്കെ വെളിച്ചങ്ങളുണ്ട്. ഇതിനേക്കാളും കൂടിയ വെളിച്ചമാണത്രേ ആ ആദിമ സമയത്ത് ദൈവം ഉണ്ടാക്കിയ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ വെളിച്ചത്തിന്. അതിനേക്കാളും കൂടുതൽ പ്രകാശമാണ് ദൈവത്തിന്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവത്തിൻ്റെ ആ വെളിച്ചം, ആ പ്രകാശം, ആ തേജസ്, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതിങ്ങനെ വർണ്ണിച്ചിട്ട് അവൻ പറയാണ് ആ ദൈവം അവൻ്റെ സ്വരൂപത്തിൽ, അവൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അതേ വെളിച്ചത്തിൽ സ്നേഹസ്വരൂപനായ ദൈവം സ്നേഹത്തിൻ്റെ സ്വരൂപത്തിൽ, ജീവനായ ദൈവം ജീവൻ്റെ സ്വരൂപത്തിൽ, ആത്മാവാകുന്ന ദൈവം ആത്മാവിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവൻ്റെ സ്നേഹത്തിൻ്റെ സ്വരൂപത്തിലാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. അവന് കൊടുത്ത കൽപ്പനയും സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. അതാണല്ലോ 10 കൽപ്പനകൾ. അത് ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ദൈവത്തെ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുകയാണെങ്കിൽ ദൈവത്തെ ജീവനില്ലാത്ത വിഗ്രഹങ്ങളുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തുകയില്ല. ദൈവത്തെ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്യദേവന്മാരെ ആരാധിക്കുകയില്ല. ദൈവത്തെ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ വൃഥാവെടുക്കുകയില്ല. ദൈവത്തെ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആ ദിവസത്തെ, ദൈവത്തിന് വേണ്ടി നിങ്ങൾ വേർതിരിച്ച ആ ദിവസത്തെ നിങ്ങൾ
നഷ്ടമാക്കി കളയുകയില്ല, അതിനെ നിങ്ങൾ എന്താ പറയുക അശുദ്ധമാക്കി കളയുകയില്ല. ദൈവം നിങ്ങൾക്ക് തന്ന മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കും. ഇതാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആദ്യത്തെ 5 കൽപ്പനകൾ. ഈ 5 കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് അവസാനത്തെ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക. അവരാണല്ലോ നമുക്ക് ഈ ജീവിതം തന്നിരിക്കുന്നത്, ഈ ജീവൻ ഈ ശരീരം തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവനുണ്ടാകും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ലോങ് ലൈഫും ലൈഫ് ലോങ് പ്രോസ്പെരിറ്റി ഉണ്ടാവും. എന്ന് വെച്ചാൽ ജീവിതം ഉണ്ടാവും, ലോങ് ലൈഫ്, ദീർഘ ആയുസ്സുണ്ടാകും. ലൈഫ് ലോങ് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജീവകാലം മുഴുവനും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും, സമൃദ്ധിയായ ജീവനുണ്ടാകും, സമൃദ്ധിയുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. അതാണ് ഈ ആദ്യത്തെ 5 കൽപ്പന. പിന്നെ വരുന്ന 5 കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൊലപാതകം, നിങ്ങളുടെ ഭാര്യയോട് ആരെങ്കിലും വ്യഭിചാരം ചെയ്യുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ ആരെങ്കിലും മോഷ്ടിക്കുന്നത്, മോഹിക്കുന്നത്, നിങ്ങൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അത് നിങ്ങൾക്കെതിരെയുള്ള വയലേഷനായിട്ട്, നിങ്ങളുടെ റൈറ്റ്സ് ആരും അപഹരിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം. നിങ്ങൾ കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ മുതൽ മോഹിക്കരുത്, നിങ്ങൾ അവർക്കെതിരെ കോർട്ടിൽ കള്ളസാക്ഷ്യം പറയരുത്. അപ്പോൾ അത് മനുഷ്യരോടുള്ള ബന്ധത്തിലുള്ള കൽപ്പനകൾ. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തോട് നിങ്ങൾക്ക് നല്ല മനസ്സാക്ഷിയുണ്ട്, മനുഷ്യരോട് നിങ്ങൾക്ക് നല്ല മനസ്സാക്ഷിയുണ്ട്. ഇത് രണ്ടിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ വിശുദ്ധി എന്ന് വിളിക്കുക. ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ വിശ്വസ്തനാണ്, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ വിശ്വസ്തനാണ്. ദൈവത്തോട് നിങ്ങൾക്ക് വിശുദ്ധിയുണ്ട്, മനുഷ്യരോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് വിശുദ്ധിയുണ്ട്. സ്നേഹം ആണ് വിശുദ്ധി, സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് വിശുദ്ധി. വിശുദ്ധിയില്ലാത്ത സ്നേഹം സ്നേഹമല്ല, സ്നേഹമില്ലാത്ത വിശുദ്ധിയല്ല. അപ്പോൾ ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള കൽപ്പനകൾ മാത്രം അമിത പ്രാധാന്യം കൊടുത്ത് അതിനെ വലിച്ചു നീട്ടി വലിയ ഒരു ബുദ്ധിമുട്ടാക്കി മറ്റുള്ളവർക്ക് തീർത്ത പരസ്യമായിട്ട് കർത്താവ് പറഞ്ഞത് മനുഷ്യരോടുള്ള ബന്ധത്തിലുള്ള ആ കരുണ കാണിക്കുക, സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു കൽപ്പന, ആ ഭാഗമേ നിങ്ങൾ വിട്ടുപോയിരിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അതിനുവേണ്ടി ആ കർത്താവ് പല ഉപമകൾ ഉപയോഗിച്ചത്. നല്ല ശമര്യക്കാരൻ്റെ ഉപമ വരെ കർത്താവ് ഉപയോഗിച്ചത് അതിനുവേണ്ടിയാണ്. നിങ്ങളുടെ സഹോദരന്മാർ ഈ നീതിയുടെ പാത വിട്ട് ദൈവമായിട്ടുള്ള ഉടമ്പടി വിട്ട് പോയ, ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ട് പോയ സഹോദരന്മാരാണ്, കാണാതെ പോയ സഹോദരന്മാരാണ് ഈ ചുങ്കക്കാർ, ഈ പാപിനികൾ. ഇവരെയൊക്കെ തിരഞ്ഞു രക്ഷിക്കാനാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കും. ഇവരോട് കരുണ കാണിച്ച് ഇവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത് ഇവരെ തിരിച്ചു കൊണ്ടുവരണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളെന്താ ചെയ്യുന്നത്? ഇവരെ വിധിച്ച് ഇവരെ പുറത്താക്കുകയാണ്. അപ്പോൾ ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വളരെ ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ തേജസ് അനുഭവിക്കുന്ന, ആ ദൈവത്തിൻ്റെ തേജസ് പ്രപഞ്ചത്തിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രതിമയായി മനുഷ്യനെ അവതരിപ്പിക്കുകയാണ്. മനുഷ്യനാണ് അതിൻ്റെ സെൻറ്റർ, ഇമേജ് ഓഫ് ഗോഡ്. ഇനി ഇതേ പാരഡൈം വെച്ചിട്ടാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദി എന്ന് പറയുന്ന സമയത്താണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നത്. അത് ദൈവം സൃഷ്ടിച്ചത് വചനത്താലാണെന്നാണ് പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം സമം ദൈവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ആ വ്യക്തി ആരാണ്? വചനം ജഡമായി തീർന്നു, വചനം ശരീരമായി തീർന്നു. ഈ വചനം എന്ന് പറഞ്ഞാൽ തൗറയാണ്. തൗറ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ന്യായപ്രമാണം. വചനം ജഡമായി തീർന്നു, ശരീര രൂപമെടുത്ത് വചനം വരികയാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനം ശരീരമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവാലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് യഹൂദന്മാരായിരിക്കുന്നത്. അവർ കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം മടങ്ങി വരും. അതിനുവേണ്ടിയാണ് അവർ നന്മ ചെയ്യുന്നതും വിശുദ്ധിയോടെ ജീവിക്കുന്നതും വേർപാടോടെ ജീവിക്കുന്നതും വിശുദ്ധിയിൽ നിന്നും വേർപാടിൽ നിന്നും മാറിപ്പോയ ആളുകളെ അവരുടെ സമൂഹത്തിൽ നിന്നും പുറത്താക്കുന്നതും. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തെറ്റിക്കിടക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം എഴുതുന്ന സമയത്ത് അവർ ഓൾറെഡി തെറ്റിക്കിടക്കുന്ന അവസ്ഥയാണ് യഹൂദന്മാരെല്ലാവരും. അവർ പ്രവാസത്തിലേക്ക് പോയി, പാപനിമിത്തം പ്രവാസത്തിലേക്ക് പോയി. അവർ ശാപത്തിന് കീഴിലായിരിക്കുന്നു. അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ട്. പ്രവാചകന്മാർ നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന രീതിയിൽ തിരിച്ചു വരും, ദൈവം രക്ഷകനായി തിരിച്ചു വരും. ദൈവം
സമ്പൂർണതയോടെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. ദൈവം ദാവീദ് ഗൃഹത്തിൽ ജനിക്കുന്ന ഒരു മെസ്സിയ എന്നുള്ള രൂപത്തിൽ ഇറങ്ങി വരും. യെഹെസ്കേലിൻ്റെ പ്രവചനത്തിലുള്ള കാര്യങ്ങളായതൊക്കെ. അപ്പോൾ ഈ രീതിയിൽ അവർ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന് വേണ്ടി ഒരുങ്ങുകയും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ജനമാണ്. ആ ജനത്തോട് യേശുക്രിസ്തുവിൻ്റെ ദാസനായ യോഹന്നാൻ പറയാണ്, ആ ഉൽപ്പത്തിയുടെ അതേ പാരഡൈം ഇങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ട് പറയാണ്, ആ ആദിയിലുണ്ടായിരുന്ന വചനമുണ്ടല്ലോ, ദൈവം നിങ്ങൾക്ക് ന്യായപ്രമാണത്തിൽ കൂടെ തന്ന വചനം, മോശയുടെ ന്യായപ്രമാണത്തിൽ കൂടെ ദൈവം നിങ്ങൾക്ക് തന്ന ആ വചനം, ദൈവത്തിൻ്റെ മൊഴികൾ, അതിന് ദൈവത്തോളം ശക്തിയുണ്ട് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ആ വചനം ജഡമായി തീർന്നു, ശരീരരൂപത്തിൽ വന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ കൃപയും സത്യവും എന്ന് പറയുന്നതാണ് ഇവർ കാത്തിരിക്കുന്നത്. മോശെ മുഖാന്തരം ന്യായപ്രമാണം വന്നു, എന്നാൽ ന്യായപ്രമാണം ഇവരുടെ കയ്യിലുണ്ട്. ഈ ന്യായപ്രമാണ പ്രകാരം എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിട്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ്. ദൈവാലയത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം മടങ്ങി വന്നിട്ടില്ല. ഇവർ പാപം ചെയ്തത് നിമിത്തം പരസ്പരം അവർ ഇൻജസ്റ്റിസ്, അനീതി കാണിച്ചത് നിമിത്തം, ദൈവമായുള്ള ബന്ധത്തിൽ അനീതി കാണിച്ചത് നിമിത്തം, വിഗ്രഹങ്ങളെ സേവിച്ചത് നിമിത്തം ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ആലയത്തെ വിട്ടുപോയി. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. 400ഓളം വർഷങ്ങളായി അവർ കാത്തിരിക്കുക. എന്നാൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപയും സത്യവും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മടങ്ങി വന്നിരിക്കുകയാണ്. വചനം ജീവനായി ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞ വാക്ക് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഷെക്കേന, ദൈവത്തിൻ്റെ സാന്നിധ്യം ആ യഹൂദന്മാരുടെ ആലയത്തിലേക്ക് ആദ്യം വന്ന സമയത്ത് ടാബർനാക്കിൾ ചെയ്ത സമയമുണ്ടല്ലോ, ഈ ടാബർനാക്കിൾ ഉണ്ടാക്കി ഒരു കൂടാരം ഉണ്ടാക്കി, കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന ഒരു സമയമുണ്ടല്ലോ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടാബർനാക്കിളിങ് എന്ന് പറയുന്ന ഒരു വാക്കാണ്, അതേ വാക്കാണ് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ അറിയാം, അവൻ പറയുന്ന കാര്യം യഹൂദന്മാരായിട്ടുള്ള ആൾക്കാരാണ് കേൾക്കാൻ പോകുന്നത്, അവർക്ക് മനസ്സിലാവും. അവർക്കറിയാം എന്താണ് ഈ ദൈവത്തിൻ്റെ ടാബർനാക്ലിങ്, അല്ലെങ്കിൽ ദൈവം വന്ന് പാർക്കുക അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ. ആ ദൈവം അവരുടെ കൂടെ വന്ന് പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം യേശു ക്രിസ്തു എന്ന രൂപത്തിൽ അവരുടെ ഇടയിലേക്ക് മടങ്ങി വന്നു. ആ യേശു ക്രിസ്തു ചെറുപ്പത്തിൽ അവർ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയം ശിമയോൻ പറഞ്ഞില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം മടങ്ങി വന്നത് അവൻ കണ്ടു എന്ന് പറഞ്ഞ് അവൻ ദൈവത്തെ പുകഴ്ത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, പെർസോണിഫൈഡ് പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ഇവിടെ ന്യായപ്രമാണം മോശെ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് പറഞ്ഞിട്ട് കൃപ എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്ന കുറേ ദൈവദാസന്മാർ. അതൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾ NT റൈറ്റിനെയൊക്കെ പോയി വായിക്കണം, അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ബോധ്യപ്പെടും. ഇവിടെ വാസ്തവത്തിൽ ഇത് NT റൈറ്റ് പോയിന്റ് അല്ല, പക്ഷേ ഇവിടെ വാസ്തവത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ അടുത്ത് വായിച്ചു നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ വചനം, ന്യായപ്രമാണം വന്നത് മോശെ മുഖാന്തരമാണ് ദൈവം തന്നത്, അതും കൃപയാലാണ് നമുക്ക് ലഭിച്ചത്. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് പറഞ്ഞാൽ തോറ കംപ്ലീറ്റ് ആവുന്നത് മോശെ മുഖാന്തരമാണ് എങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നത് തോറയും ടാബർനാക്കിളും ഇത് രണ്ടും കൂടെ ചേർന്നാണ് യഹൂദന്മാരുടെ ആ വർഷിപ്പ് സിസ്റ്റം ഫുള്ളാവുന്നത്. അവരുടെ ആരാധനയുടെ ഫൗണ്ടേഷൻ ഈ രണ്ട് കാര്യങ്ങളാണ്. ആ രണ്ടാമത്തെ കാര്യമാകുന്ന അവർക്കുണ്ടായിരുന്നില്ലാത്ത അവർ കാത്തിരിക്കുന്ന ആ കാര്യം കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ കൃപയാലാണ് ദൈവം ന്യായപ്രമാണം ഇവർക്ക് കൊടുത്തത്. എല്ലാം കൃപയാലാണ് കൊടുക്കുന്നത്. പഴയ നിയമത്തിൽ ഇവരെ തെരഞ്ഞെടുത്തതും കൃപയാലാണ്, ഇവരുടെ മേലെ ന്യായപ്രമാണം കൊടുത്തതും ഇവർക്ക് ദൈവസാന്നിധ്യം കൊടുത്തതും ഒക്കെ കൃപയാലാണ്. അല്ലാതെ ഇവർ അർഹിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പഴയ നിയമത്തിലില്ലേ? അതവന് നീതിയായി കണക്കിട്ടു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൃപയാലും വിശ്വാസം മൂലവുമാണ് അന്ന് രക്ഷ. ഇന്നും രക്ഷ എന്ന് പറയുന്നത് കൃപയാൽ വിശ്വാസം മൂലം തന്നെയാണ്, അല്ലാതെ ആരെങ്കിലും പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് അത് കിട്ടാൻ പോകുന്നില്ല. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അങ്ങനെ ഒരു വ്യത്യാസം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇല്ല. ആ പഴയ നിയമത്തിലെ ഉടമ്പടി തെറ്റിക്കിടക്കുകയായിരുന്നു. ആ ഉടമ്പടിയെ ശരിയാക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വന്നു. കർത്താവായ യേശു ക്രിസ്തു പാപമോചനം കൊണ്ടുവന്നു. ആ പാപമോചനത്തിലൂടെ അവരുടെ ശാപം നീങ്ങിപ്പോയി. ആ ശാപം നീങ്ങിപ്പോയി ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നടുവിലേക്ക് തിരിച്ചു വരികയാണ്. പരിശുദ്ധാത്മാവെന്ന രൂപത്തിൽ തിരിച്ചു വരികയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് ഇവരെല്ലാവരും ഇപ്പോൾ വീണ്ടും ദൈവമായി നല്ല ഉടമ്പടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ യഹൂദന്മാർ ദൈവമായി നല്ല ഉടമ്പടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മാത്രമല്ല
അന്യജാതിക്കാർക്കും ഇതൊരു അവസരമായി തീർന്നിരിക്കുന്നു. കാരണം യഹൂദന്മാരുടെ ആലയവും യഹൂദന്മാരുടെ സകല സംഗതികളും ഇപ്പോൾ ശാപത്തിന് കീഴിലാണ്. അവർ ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന, ദൈവമായിരിക്കുന്ന, ദൈവ സാന്നിധ്യമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നിഷേധിച്ചത് മാത്രമല്ല,